ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഇംഗ്ലീഷിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ കുറച്ച് വേർഡ്സ് ആണ്. അബ് ഇനിഷ്യോ. അബ് ഇനിഷ്യോ എന്ന് പറയുന്ന ഈ വേർഡിന്റെ അർത്ഥം ഇൻ ദ ബിഗിനിങ് എന്നാണ്. ഇപ്പൊ ഫോറിൻ വേർഡാണ് അബ് ഇനിഷ്യോ, ഇൻ ദ ബിഗിനിങ്, അതായത് തുടക്കം മുതൽ. അഡ്ഹോക്ക് എന്ന് വെച്ചാൽ ഫോംഡ് ഓർ ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്. എന്തോ ഒരു പ്രത്യേക കാര്യത്തിന് ഉണ്ടായി, അനൗപചാരികം, പ്രത്യേക കാര്യത്തിനായി, ഇതിനു വേണ്ടി പ്രത്യേകിച്ചുള്ള ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി രൂപപ്പെടുത്തി, ഇങ്ങനെയൊക്കെ ഒരു അർത്ഥമാണ്. അപ്പൊ അബിനിഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? ഇൻ ദ ബിഗിനിങ്, തുടക്കം മുതൽ. അഡ്ഹോക്കോ ഫോംഡ് ഓർ ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്. ഇനി ബോണഫൈഡ്, നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ്, റെക്കോർഡ്സ് ഒക്കെ ബോണഫൈഡ് എന്ന് റെക്കോർഡ്സിലൊക്കെ കാണുന്ന ഒരു വേർഡാണ് അല്ലെ. എന്ന് വെച്ചാൽ സിൻസിയർ, ആത്മാർത്ഥമായി, ഉത്തമ വിശ്വാസപൂർവം എന്നൊരർത്ഥമാണ്. മാലഫൈഡ്, ഈ ബോണഫൈഡിന്റെ ഓപ്പോസിറ്റ് ആണ് മാലഫൈഡ്. ബാഡ് ഫെയ്ത്ത് ആണ്, വഞ്ചന, കള്ളത്തരം എന്നൊരർത്ഥമാണ്. ഫെലോഡിസി എന്ന് വെച്ചാൽ സൂയിസൈഡ് ആണ്, ആത്മഹത്യ. അപ്പൊ നമ്മൾ പഠിച്ചത് അബ് ഇനിഷ്യോ. അബ് ഇനിഷ്യോ എന്ന് വെച്ചാൽ തുടക്കം മുതൽ, ഇൻ ദ ബിഗിനിങ് എന്ന് ഇംഗ്ലീഷ് തന്നെ പഠിക്കുക. അഡ്ഹോക്ക് ഫോംഡ് ഓർ ക്രിയേറ്റഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ബോണഫൈഡ് സിൻസിയർ ആണ്, മാലഫൈഡ് ബാഡ് ഫെയ്ത്ത് ആണ്. ഇനി ഫെലോഡിസി സൂയിസൈഡ് ആണ്. അപ്പൊ അബിനിഷ്യോ, അഡ്ഹോക്ക്, ബോണഫൈഡ്, മാലഫൈഡ്, ഫെലോഡിസി, 5 പഠിച്ചല്ലോ. ഞാൻ ചോദിക്കാം, മാലഫൈഡ് എന്താണ്? വഞ്ചിക്കുകയാണ് അല്ലെ, ബാഡ് ഫെയ്ത്ത് ആണ്. അഡ്ഹോക്ക് ഫോംഡ് ഓർ ക്രിയേറ്റഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞത് അബ് ഇനിഷ്യോ, ഇനിഷ്യൽ എന്ന് വെച്ചാൽ തുടക്കമല്ലേ, അപ്പൊ ഇൻ ദ ബിഗിനിങ്. ഇനി നമുക്ക് കളക്റ്റീവ് നൗണിലേക്ക് പോകാം. ആദ്യം നമ്മൾ ബ്രെഡിന്റെ ഗ്രൂപ്പിനെയാണ് പറയുന്നത്. ഈ ബ്രെഡിന്റെ ഗ്രൂപ്പിനെയാണ് ലോഫ് എന്ന് പറയുന്നു. എ ലോഫ് ഓഫ് ബ്രെഡ്. ഇനി നമ്മളുടെ സിംഹത്തിന്റെ കളക്റ്റീവ് നൗണ് എ പ്രൈഡ് ഓഫ് ലയൺസ് ആണ്. പ്രൈഡ് ഓഫ് ലയൺസ്. അപ്പൊ ബ്രെഡ് ആണെങ്കിൽ ലോഫ്, സിംഹമാണെങ്കിൽ പ്രൈഡ് ഓഫ് ലയൺസ്. ഇനി ആന്റിലോപ്പ് എന്ന് വെച്ചാൽ ഈ മാനാണ്. ഇനി ബഫല്ലോ അറിയാലോ, കാള അല്ലെങ്കിൽ എരുമ എന്നൊക്കെ പറയാം നമുക്ക്, ബഫല്ലോസ്. അപ്പോ കാളയല്ല, കാള ഓക്സ് ആണ്, ബഫല്ലോസ് എരുമ. ഇനി എ ഹേർഡ് ഓഫ് ബഫലോസ് ഓർ ആന്റിലോപ്പ്. ക്ലിയർ ആണ്? അപ്പോ നമ്മള് കളക്റ്റീവ് നൗൺ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ലോഫ് ബ്രെഡ് ആണ്. ഇനി ലയൺ എന്ന് പറയുമ്പോഴെന്താണ്? ലയൺ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈഡ് ഓർക്കുക, ലയൺസ് പ്രൈഡ് ഓർക്കുക. പിന്നെ നമ്മള് ബഫലോയാണ് പറയുന്നത്. പോത്ത്, എരുമ എന്നൊക്കെ പറയുന്ന ബഫലോസിന്റെയും ആന്റിലോപ്പിന്റെയും കളക്റ്റീവ് നൗൺ, ഇതിന്റെ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്നത് ഹേർഡ് എന്നാണ്. ഇനി ഈ ഹേർഡ് തന്നെയാണ് പശു, കൗസ്, മാൻ, ഡിയർ, എലിഫന്റ്സ്, ഇതെല്ലാം ഹേർഡാണ്. അപ്പൊ ആനക്കൂട്ടമാണെങ്കിലും പശുവിൻ കൂട്ടം, എരുമക്കൂട്ടം, അല്ലെങ്കിൽ പോത്തിൻ കൂട്ടം, മാന്റെ കൂട്ടം, ആന്റിലോപ്പ്, ഇതെല്ലാം ഇത് തന്നെയാണ്, ഹേർഡ് തന്നെയാണ്. ഇനി ഈ ഹേർഡ് തന്നെയാണ് കാറ്റിൽ എന്ന് പറയുമ്പോൾ കന്നുകാലികളാണ്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന, ഒന്നെങ്കിൽ ഇറച്ചിക്ക് വേണ്ടിയിട്ടോ പാലിന് വേണ്ടിയിട്ടോ നമ്മൾ വളർത്തുന്ന ഏത് മൃഗത്തെയും നമുക്ക് കാറ്റിൽ എന്ന് പറയാം. അപ്പൊ കാറ്റിൽസിന്റെയും എന്ത് തന്നെയാണ്? ഹേർഡാണ്. ഇനി കാറ്റിലിന് മറ്റൊരു കളക്റ്റീവ് നൗൺ ഉണ്ട്, അത് ഡ്രോവ് ആണ്. അപ്പൊ ലോഫ് എന്ന് വെച്ചാൽ ബ്രെഡ്സ് ആണ്, പ്രൈഡ് എന്ന് വെച്ചാൽ ലയൺസ് ആണ്, ഹേർഡ് കുറെ എണ്ണത്തിനുണ്ട്, ബഫലോസിനുണ്ട്, ആന്റിലോപ്പിനുണ്ട്, കൗ ഉണ്ട്, ഡിയർ ഉണ്ട്, എലിഫന്റ്സ് ഉണ്ട്. ഇനി ഹേർഡ് തന്നെയാണ് കാറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ വളർത്തുന്നതാണ്. നമ്മൾ പാലിനും ഇറച്ചിക്കും വേണ്ടി വളർത്തു മൃഗങ്ങളെയാണ് നമ്മൾ കാറ്റിൽ എന്ന് പറയുന്നത്. ഇപ്പൊ പശുവോ അല്ലെങ്കിൽ ഒരു എരുമയോ എന്തുമാകാം. ഇനി ഡ്രോവ് എന്നും കാറ്റിലിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്നുണ്ട്, ഡ്രോ. അപ്പൊ നമ്മൾ പഠിച്ചത് പ്രൈഡ് പഠിച്ചു, ഹേർഡ് ബഫല്ലോ ആന്റിലോപ്പ് പഠിച്ചു, കൗ ഡിയർ എലിഫന്റ് പഠിച്ചു, ഹേർഡ് അല്ലെങ്കിൽ ഡ്രോവ് കാറ്റിലിന് പഠിച്ചു, ബ്രെഡും പഠിച്ചു, ലോഫ് ഓഫ് ബ്രെഡ്സ്. അപ്പൊ ഇത്രയും കളക്റ്റീവ് നൗൺസ് നമ്മൾ ഇന്ന് പഠിച്ചു. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി? അപ്പൊ കളക്റ്റീവ് നൗണ് 5 പഠിച്ചു. അതുപോലെ നമ്മൾ അബ് ഇനിഷ്യോ, ഇൻ ദ ബിഗിനിങ്, തുടക്കം. അഡ്ഹോക്ക് ഫോംഡ് ഓർ ക്രിയേറ്റഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ബോണഫൈഡ് ഉത്തമ വിശ്വാസം. മാലഫൈഡ് ബാഡ് ഫെയ്ത്ത്. ഫെലോഡിസി സൂയിസൈഡ്. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ പഠിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.
റെഗുലർ ആയിട്ട് കുറച്ച് കുറച്ച് മാത്രമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്.